ബാറിൻ്റെ പ്രവർത്തന സമയം മാറ്റിയതായി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. പുതുതായി ക്രമീകരിച്ച സമയം രാവിലെ 8 മുതൽ രാത്രി 12 മണി വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മദ്യം കിട്ടാതെ ആരും കേരളത്തിൽ മരിക്കരുത് എന്നുള്ളത് സർക്കാരിന് നിർബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആശുപത്രിയിലെ ന്യൂനതകൾ പോലും അല്ലെങ്കിൽ അവിടെ ലഭ്യത കുറവുള്ള മരുന്നുകളോ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളോ അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ഈ ബിവറേജ് കോർപ്പറേഷൻ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ, ബാറുകളുടെ കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നത് തോന്നുന്നു. രാത്രി 12 മണി വരെ തുറന്നു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബിസിനസ് നടക്കട്ടെ, അത്രയും ആൾക്കാർ കള്ളു കുടിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അത്രയും ആൾക്കാർ കള്ളു കുടിക്കുകയാണെങ്കിൽ വരുമാനം, സർക്കാർ ഖജനാവിലെ വരുമാനം കൂടട്ടെ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ കളിയാക്കി പറയുക, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കളിയാക്കി പറയുകയാണ്. ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി പ്രോഗ്രസീവ് ആകേണ്ടത് തന്നെയാണ്, ലിബറലും ആവണം. മനുഷ്യന്മാരെ തോട്ടൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ വളരെയധികം ലിബറൽ ആകേണ്ടതാണ്. പക്ഷേ ലിബറൽ ആകുന്നതോടൊപ്പം തന്നെ നിയമങ്ങൾ വളരെയധികം റിജിഡ് ആവണം. ലോസ് ഷുഡ് ബി റിജിഡ്. പക്ഷെ അത് ഒരിക്കലും റിജിഡ് ആവുന്നില്ല. സ്വാധീനമുള്ളവർക്ക് ഇപ്പം രാത്രി ഇറങ്ങി നടക്കാൻ പറ്റിയ കാശുള്ള വീട്ടിലെ കുട്ടികൾക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് തോന്നിയപ്പോൾ നടക്കും. ഓരോന്ന് പല അൺടുവേർഡ് ഇൻസിഡൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ നിയമം കയ്യിലെടുക്കും. കുട്ടികളൊക്കെ അവരച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ സ്വാധീനമുള്ള ബന്ധുക്കളുടെയൊക്കെ സ്വാധീനത്താൽ അവർ പുറത്ത് കിടക്കുകയും നിയമത്തിൻ്റെ കുരുക്കുന്ന വളരെ എളുപ്പത്തിൽ ഊരിപ്പോരുകയും ചെയ്യും. അതേസമയം നിയമമൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ പർച്ചേസ് ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരൊക്കെ നിയമത്തിൻ്റെ ഊരാക്കുരുക്കിൽ ചെന്ന് പെട്ട് കിടക്കുകയും ചെയ്യും. ഇനി അത്രയേ ഉണ്ടാകുമ്പോൾ നിയമം റിജിഡ് ആക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും നടക്കുകയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൊസൈറ്റി ലിബറൽ ആണെങ്കിലും സോഷ്യൽ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലൂടെ പോകുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയമങ്ങൾ റിജിഡാക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലാതെ ഫ്രീ സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറച്ചും കൂടി ലിബറലാക്കുന്ന രീതിയിലുള്ള മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ അപകടത്തിലാവും. ജനാധിപത്യം, സമൂഹ മനസ്സ് അതിനനുസരിച്ച് ജനാധിപത്യത്തിന് പക്വമാവണം. സമൂഹ മനസ്സ് ജനാധിപത്യത്തിന് പക്വമാകേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ ലിബറൽ മെഷേഴ്സ് എടുക്കുമ്പോൾ അപകടം ഉണ്ടാവും. അപ്പോൾ ലിബറൽ മെഷേഴ്സ് എടുക്കുന്നേക്കാൾ മുന്നേ തന്നെ നമ്മൾ ജനങ്ങൾക്ക് നിയമങ്ങൾ റിജിഡാക്കുകയും ലീഗൽ അവയർനെസ് കൊടുക്കുകയും അതേപോലെ തന്നെ മദ്യപാനത്തിനെ കുറിച്ചിട്ടുള്ള ദൂഷ്യ ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കുകയും ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സമൂഹം നശിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അവർ പറയും മദ്യം അവൈലബിൾ ആവുകയാണെങ്കിൽ, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ സപ്രഷൻ ഉള്ളതുകൊണ്ട് മദ്യം അവൈലബിൾ ആവുകയാണെങ്കിൽ ലഹരിയിലേക്ക് പോകില്ല ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. ഡ്രഗ്സിലേക്ക് പോകില്ല എന്നുള്ളത്. ഡ്രഗ്സിൻ്റെ ഈസി അവൈലബിലിറ്റിയും നിയമപാലകരുടെ ഒത്താശയോടു കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ 2 സ്കൂട്ടറുകളിലായിട്ട് ഹെൽമെറ്റ് വയ്ക്കാത്ത ഒരു സ്കൂട്ടറിൽ 4 കുട്ടികൾ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ഒരു വീടിൻ്റെ മുന്നിൽ അടിച്ചു പൊളിച്ചിട്ട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞൊക്കെ. അപ്പോൾ 2 സ്കൂട്ടറിലിരിക്കുന്ന 3 കുട്ടികളിലായിട്ട് 2-3 മദ്യക്കുപ്പികളുണ്ട്. അവർ പരസ്യമായിട്ടാണ്, ഒരു ഒളിയും മറയൊന്നും ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത്. ഒരു ഒഴിഞ്ഞ വീട് ഒത്തു കിട്ടിയതാവും. ഈ പറഞ്ഞ ഏതെങ്കിലും കുട്ടിയുടെ കൂട്ടുകാരന്മാരാണ്, അല്ലെങ്കിൽ ഒരാളുടെ വീട് ഫ്രീ ആയി ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. അവരച്ഛനമ്മമാർ ദൂരയാത്രയ്ക്ക് പോവുകയും ഒരു വിവാഹ വിരുന്നിന് പങ്കെടുക്കാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അവർ ഈ സ്കൂൾ ടൈമിൽ മദ്യക്കുപ്പികൾ വാങ്ങി ഒഴിഞ്ഞ വീട്ടിലേക്ക് വന്ന് അടിച്ച് പൊളിച്ച് അന്നത്തെ ദിവസം അങ്ങോട്ട് ആർമാദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
ഞാനങ്ങനെ വിഷമിച്ചു പോയി. 10-16 വയസ്സായ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ അവൈലബിലിറ്റിയാണത്. ചോദ്യം ചെയ്യലില്ല. പണ്ടത്തെ കാലത്തൊക്കെ ചോദ്യം ചെയ്യൽ പേടിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എവിടെ പിടിച്ചാലും മർമ്മ. അപ്പോൾ പോയി കുട്ടി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. കുട്ടി തിരിച്ച് ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തും. അപ്പോൾ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വരും. ടീച്ചർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബിയർ കുടിച്ച് എന്നതിന് ചോദ്യം ചെയ്ത കുട്ടി ആത്മഹത്യ, ടീച്ചർക്ക് പിന്നെ ജന്മം പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായ കാരണം ആർക്കും ഇപ്പോൾ ഒന്നും ആരെയും സ്വാധീനിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് ലീഗൽ അവയർനെസ്സും അതേപോലെ ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സും റൈറ്റ് ഫ്രം ദ ഒരു അഡോളസെൻറ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുത്തു തുടങ്ങണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ലിബറൽ മെഷേഴ്സൊക്കെ സൊസൈറ്റി ലിബറൽ ആക്കാനും ഫ്രീ സൊസൈറ്റിയൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അല്ലാത്തോടത്തോളം നമുക്ക് ലോ റിജിഡാക്കാത്തോടത്തോളം കാലം, നിയമം കർക്കശമാക്കാത്തോടത്തോളം കാലം ഇത്തരം മെഷേഴ്സ് നമുക്ക് ദൂഷ്യഫലങ്ങൾ തന്നെയാണ് ചെയ്യുള്ളൂ. അതേസമയം സർക്കാരിനെ ഈ ബാറിൻ്റെ പ്രവൃത്തി സമയം കൂട്ടുന്ന സർക്കാർ വിദ്യാലയങ്ങളുടെ പ്രവൃത്തി സമയം കുറയ്ക്കുന്നുണ്ട്, ബാങ്കിൻ്റെ പ്രവൃത്തി സമയം കുറയ്ക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ആധുനിക സമൂഹത്തിൽ ഫുൾ ടൈം വർക്കൊന്നും വേണ്ട, മനുഷ്യർക്ക് എൻജോയ്മെൻറ്റും റിക്രിയേഷനൊക്കെ വേണം, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സർക്കാർ ആശുപത്രികളിലുള്ള ഇങ്ങനെ പരസ്യം ചെയ്താൽ പോലെ സർക്കാർ ആശുപത്രിയിൽ ഒരുപാട് ന്യൂനതകളുണ്ട്. ഒരു ഡെൻ്റൽ സർജന് ഇത്രയധികം പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് ഡെൻ്റൽ സർജനിൽ ഇത്രയും വലിയ ആശുപത്രിയിലൊക്കെ ഒരു ഡെൻ്റൽ സർജൻ, അതും സ്പെഷ്യലിസ്റ്റുകളൊന്നും അല്ല ഉള്ളത്. പിള്ളേർ അവിടെ പറിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പല്ല് പറിക്കൽ. ബാക്കിയെല്ലാം ഡെൻ്റൽ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറയും. ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ പോയ ആൾക്കാരൊക്കെ പറയും പല കാര്യങ്ങളും അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കിട്ടുന്നുണ്ടോ, അത് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. കാരണം ഈ ടൂത്ത് അല്ലെങ്കിൽ ദന്ത ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. പാവങ്ങൾക്ക് ദന്ത ചികിത്സയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല. 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് 4 പല്ല് പറിച്ചു വെക്കാനൊക്കെ വരുന്നത്. അപ്പോൾ അത് അവർ അതിൻ്റെ ആ ചികിത്സയുടെ ലഭ്യത ഉറപ്പ് വരുത്തുക, അതിലൊന്നും ഇത്ര വലിയ ശുഷ്കാന്തി കാണിക്കണില്ല. കാരണം ഈ ബിവറേജ് കോർപ്പറേഷനിലെ വരുമാനം കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടത്. ഈ പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ PSC എഴുതാതെ വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ശമ്പളം അവർക്കാണ് കൊടുക്കുന്നത്. അത് സർക്കാരിന് ഒരു ഫ്രീ സൊസൈറ്റിക്ക് യോജിക്കാത്തതാണ്. എയ്ഡഡ് മേഖലയിലെ നിയമനം PSCക്ക് വിടാത്തത്. മാനേജ്മെൻറ്റിന് കാശ് കൊടുത്ത് കയറാത്ത അനർഹരായിട്ടുള്ള അധ്യാപകർക്ക് ഇവർ പൊതുഖജനാവിൽ നിന്ന് കാശ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഖജനാവിൻ്റെ സിംഹഭാഗവും ഇവർക്ക് ശമ്പളം കൊടുത്തു കഴിയുന്നു. അതാണ് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി തടയേണ്ടത്. അത്തരം കാര്യങ്ങളിലെല്ലാം ഒക്കെ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കറക്ഷൻ വേണം. അത്തരം കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാണ്ട് ജനങ്ങളുടെ റിക്രിയേഷനും ജനങ്ങളുടെ അതായത് പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. ആ ജനാധിപത്യ വിരുദ്ധതകളൊന്നും അവർ കൈയോട് തൊടില്ല. അതൊക്കെ അങ്ങനെയൊക്കെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ ഈ ബിവറേജ് കോർപ്പറേഷനിലെ വരുമാനം വേണം. അതുകൊണ്ട് അവരെയൊക്കെ പ്രീണിപ്പിക്കുക, ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം, ബാർ മുതലാളിമാരെയും മറ്റവർക്കൊക്കെ കൈവിട്ട് സഹായിക്കുക, എയ്ഡഡ് മേഖലയിലുള്ള മാനേജർമാരെ കൈവിട്ട് സഹായിക്കുക. ഇതൊക്കെയാണോ കൂടുതൽ? കള്ള് നിരോധിക്കാനൊന്നും നമ്മൾ പറയില്ല, അതൊരു ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ചേർന്ന സംഗതിയല്ല ഈ കള്ള് നിരോധനം എന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എഡ്യൂക്കേറ്റ് ചെയ്യുക, ഹെൽത്തി ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, ചെറുപ്പം തന്നെ ഒരു അഡോളസൻറ്റ് സ്റ്റേജിലോട്ട്, അതൊക്കെ വേണം നിയമം റിജിഡാക്കുക. അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ ഇവർക്കൊന്നും ശമ്പളം കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ഖജനാവിലെ കാശ് കൊണ്ട് നമുക്ക് പലതും ചെയ്യാം. വേറെ ഒന്നുമില്ല. കാരണം ഒരു വ്യവസായം വന്നാൽ അത് എപ്പോൾ പൊട്ടിച്ചു എന്ന് നോക്കിയാൽ മതി. അതും കേരളത്തിലേക്ക് വ്യവസായമേ വരില്ല. അപ്പോൾ ഈ കള്ള് കച്ചവടം അങ്ങോട്ട് പൊടിപിടിപ്പിക്കുക, സാധാരണക്കാരെ പാവങ്ങളുടെ കുടുംബം നശിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. ഹെൽത്തി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇനേർട്ടായിട്ടിരിക്കുക. വേറെ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല. കള്ള് കച്ചവടം പൊടി പൊടിപ്പിക്കുക, അതിൻ്റെ പ്രവർത്തന സമയം കൂട്ടുക,
അടിയന്തരമായിട്ട് ചെയ്യേണ്ട ജനാധിപത്യ വിരുദ്ധത നടക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരെ PSCക്ക് വിടാത്തതാണ്. അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കള്ളുടിയന്മാരാക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്.